ഇത് കേരള മെക്കാനിക്കിലെ സബിനിക്ക. ഞങ്ങൾ പുള്ളിയുടെ വർക്ക്ഷോപ്പിൽ കയറിയിട്ടാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അത് കാണിക്കാൻ വേണ്ടി കയറി. അപ്പൊ ഇത് എന്റെ വൈഫാണ്. പുള്ളിക്കാരത്തിയാണ് ഗുണ്ടൽപേട്ടിലോട്ട് വണ്ടി ഓടിച്ചത് മൈസൂരിൽ നിന്ന്. പുള്ളിക്കാരത്തി സൂപ്പർ ഹൈവേ മാത്രമേ ഓടിക്കത്തുള്ളൂ, കേരളത്തേക്ക് ഓടിക്കത്തില്ല. കാര്യം കേരളത്തിലെ ട്രാഫിക്കിൽ സ്കോർപിയോ ഓടിക്കാൻ പാടായതുകൊണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയറുകളാണ് പാസ് വേണ്ടത് എന്നുള്ളത്. തിരിച്ച് അങ്ങോട്ട് ബാംഗ്ലൂർക്ക് പോകാനായിട്ട് കേരളത്തിൽ നിന്ന് പോകാനായിട്ട് പാസിന്റെ ആവശ്യമില്ല, തിരിച്ചു വരാനായിട്ട് പാസ് വേണം. അപ്പൊ ഈ പാസിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അത് നമുക്ക് കേരളത്തിലോട്ട് കയറാനായിട്ട് ഈ പാസ് ആവശ്യമുണ്ട്. പിന്നെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല പോയെന്നുണ്ടെങ്കിൽ 14 ദിവസം ക്വാറന്റൈനിലും ഇരിക്കണം. അതിന്റെ പ്രൊസീജിയർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നമ്മളിതിപ്പോ ഗുണ്ടൽപേട്ടിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞു, ഗുണ്ടൽപേട്ടിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേരവും, അതായത് ഒരു 7 മണി സമയം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 5:30 മണിക്ക് സമയമൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാൻ പറ്റും. ഞാനിപ്പോ പോയെന്ന് പറഞ്ഞാൽ ഉച്ച സമയമാണ്, ഓൾമോസ്റ്റ് ഒരു 11:30-12 മണിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും വളരെ കുറച്ചേ ഉള്ളൂ. ഇതല്ല, ഇതിലും കൂടുതൽ വളരെ ഗ്രൂപ്പായിട്ട് വരുന്നതാണ്. അങ്ങനെ നമ്മൾ കേരളത്തിലോട്ട് എൻറ്റർ ചെയ്യും. അവിടെ പോലീസിന്റെ ഒരു ചെക്കിംഗ് ഉണ്ടാവും. ആ ചെക്കിങ്ങിന്റെ സ്ഥലത്ത് ജസ്റ്റ് നമ്മുടെ വണ്ടി ഡീറ്റെയിൽസ് എത്ര പേരുണ്ടെന്ന് നോക്കി പാസ് ചെക്ക് ചെയ്തിട്ട് വിടും. വേറെ ഡിലേ ഒന്നുമില്ല, സ്മൂത്ത് ആയിട്ടിങ് വരാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ വയനാട് ചുരം. അപ്പോ ചുരത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ പിൻ വളവുകൾ മര്യാദയ്ക്ക് പോകുക, അല്ലാതെ ഹെയർ പിന്നിൽ കയറി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. പറയാൻ കാരണം എന്താ ഇപ്പൊ കാണിച്ചു തരാം. ഒരു ബൈക്കുകാരൻ ഞങ്ങൾ ഹെയർ പിൻ തിരിയുന്നതിന്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി, ഇതാണ്ടില്ലേ. അപ്പൊ ഈ ഒരൊറ്റ കാരണം കൊണ്ട് എതിരെ വരുന്ന ബസ്സുകാരന് ഇവനെ കാണാൻ പറ്റത്തില്ല. പുള്ളിക്ക് അവിടെ ചവിട്ടി നിർത്തേണ്ടി വന്നു. ഈ ബസ്സൊക്കെ ഹെയർ പിന്നിൽ കൂടെ ചവിട്ടി എടുക്കുക എന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല, പാടാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്തായാലും കാറ് പാടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാ പുള്ളിക്കാരൻ അതുവഴി കൂളായിട്ട് കയറിപ്പോയി, ബസ്സുകാരൻ അവിടെ നിർത്തേണ്ടി വന്നു ഇതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്നൊരു ഇൻഫർമേഷൻ കൂടെ പാസ് ചെയ്യണം. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. കാര്യം ഈ ലോറി ബസ്സും ഒക്കെ ഇതിനിടയിൽ കൂടെ വളച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ വേണ്ട 10 മിനിറ്റ് ആയിരിക്കും ലാഭിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത് വീതിയില്ലാത്ത വഴിക്കാണ്. ഒരു വണ്ടി ഇതിലൂടെ ഓവർടേക്ക് ചെയ്ത് കണ്ടില്ലേ, എതിരെ വണ്ടിയുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇടയിൽ കുത്തി കയറ്റിയിട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ആയിരിക്കും ലാഭിക്കുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഡീസന്റ് ആയിട്ട് ട്രൈ ചെയ്യുക എല്ലാവരും. അപ്പോ കേരള മെക്കാനിക്കുമായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇനി വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ. താങ്ക് യു.